പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ പുതിയൊരു ഹെബ്രായ പേരാണ് പഠിക്കുന്നത്. ഹെബ്രായ ഭാഷയിൽ ദൈവത്തിന് അനേക പേരുകളുണ്ട്. ഓരോ പേരും ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷത, ദൈവം ചെയ്ത ഉടമ്പടി, ദൈവം ആരാന്നും വെളിപ്പെടുത്തുന്നത്. ഉൽപ്പത്തി 17 അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളം ആയിരിക്കും. ഇവിടെ സർവശക്തൻ്റെ ഹെബ്രായ ഭാഷയിൽ എൽ ഷദായ് എന്നാണ് പറയുന്നത്. മലയാളം ഭാഷയിൽ സർവശക്തൻ, യഹോവ ദൈവം. എൽ എന്ന് വെച്ചാൽ ദൈവം, ഷദായ് എന്ന് വെച്ചാൽ സർവശക്തൻ. പക്ഷെ ഹെബ്രായ ഭാഷയിൽ ഷദായ് എന്ന് വെച്ചാൽ അമ്മയുടെ ശരീരമാണ്. ഇപ്പം ജനിച്ച ഒരു ശിശു അത് നിസ്സഹായിയാണ്. അതിന് അമ്മയുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ അമ്മയുടെ ശരീരത്തെ മാർവോട് ചേരുമ്പോൾ അതിന് ആനന്ദം, സന്തോഷം, അതിൻ്റെ അമ്മയുടെ ശരീരത്തിൻ്റെ ചൂട്, അതിന് കംഫർട്ട്, പീസ്. അതുമാത്രമല്ല അതിൻ്റെ ആഹാരം കൂടാണ്. അതുപോലെ ഈ സർവശക്തനായ ദൈവം നമ്മുടെ ആത്മീയം, ഭൗതികം, ശരീരം ആവശ്യത്തിന് മതിയായ ദൈവമാണ്. ഈ ദൈവത്തെ കൂടാതെ നമുക്കൊരു വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കത്തില്ല. ഉൽപ്പത്തി 12 അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വാഗ്ദത്തം കൊടുക്കുന്നു. നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് മഹോത്തരമാക്കും, നിന്നിൽ കൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. പക്ഷേ ഇന്ന് 24 വർഷം കഴിഞ്ഞിട്ടും ഈ വാഗ്ദത്തം നിവൃത്തിയായില്ല. എബ്രഹാമും സാറയും ഹഗാറിൻ്റെ സഹായത്തോടെ ഈ വാഗ്ദത്തം നിവർത്തിക്കാൻ നോക്കി. പക്ഷേ ഇന്ന് 99 വയസ്സായപ്പോൾ ദൈവം എബ്രഹാമിനോട് പറയുന്നു, എനിക്ക് ജഡത്തിൻ്റെ സഹായം ആവശ്യമില്ല. ഇല്ലെജിറ്റിമേറ്റ് വഴി കൂടെ എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ട ആവശ്യമില്ല. നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കമായി നടക്ക. ഞാൻ പെർഫെക്റ്റ് ആയിരിക്കുന്ന പോലെ നീ പെർഫെക്റ്റ് ആയിരിക്കുക. ഇന്ന് നിൻ്റെ വാഗ്ദത്തം മങ്ങിപ്പോയി, അല്ലെ ശൂന്യമായും തോന്നും. പക്ഷേ നിൻ്റെ മരിച്ച ശരീരത്തെ ജീവിപ്പാൻ ഇന്ന് ഞാൻ ശക്തനാണ്. അബ്രഹാം സാറ ഇത് കേട്ടപ്പോൾ രണ്ടുപേരും ചിരിച്ചു. അവിടെ ശരീരം നോക്കിയാൽ ഒരു സാധ്യതയുമില്ല. മെഡിക്കൽ സയൻസ് അനുസരിച്ച് അസാധ്യം ആണ്. പക്ഷെ ദൈവം സൂപ്പർ നാച്ചുറലി അവരുടെ ശരീരത്തെ ജീവിപ്പിച്ച് 3 ജാതികളെ പുറത്തു കൊണ്ടുവന്നു: ജൂസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്. ലൂക്ക് 1 അധ്യായത്തിൽ നമ്മൾ കാണുന്ന സക്രിയായും എലിസബത്തും വാർദ്ധകായിട്ട് ദൈവം അവർക്കൊരു തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചു. ലൂക്ക് 1:34 മറിയം ദൂതനോട് പറയുന്നു, ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയുന്നു, പരിശുദ്ധ ആത്മാ നിന്റെ മേൽ വരും, അത്യുന്നത ശക്തിയാൽ സംഭവിക്കും. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 31 പ്രാവശ്യം ഈ എൽ ഷദായ് വേർഡ് നമുക്ക് കാണാം. യോബ് ഇന്ന് ഒത്തിരി വേദനയിൽ കൂടെ പോവുകയാണ്. ഭാര്യയ്ക്ക് സഹായിക്കാൻ പറ്റത്തില്ല, കൂട്ടുകാർക്ക് സഹായിക്കാൻ പറ്റത്തില്ല, മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യോബ് പറയുന്നത്, ഐ നീഡ് ദ ഹെൽപ്പ് ഓഫ് എൽ ഷദായ്. എനിക്ക് ആ സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം വേണം. ഉൽപ്പത്തി 35:11 ദൈവം യാക്കോബിനോട് പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ സന്താന പുഷ്ടിയായി പെരുകുക, ജാതികളുടെ കൂട്ടം നിന്നെ കൂടെ ഞാൻ പുറത്തു കൊണ്ടുവരും. പുറപ്പാട് 6:3 ദൈവം മോശയോട് പറയുന്നു, ഞാൻ എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന് സർവശക്തനായ ദൈവമായി വെളിപ്പെട്ടു. ഇന്ന് ദൈവം നമ്മളോടും പറയുന്നത്, ഞാൻ സർവശക്തനായ ദൈവമാണ്, മിറക്കൽ വർക്കറാണ്, വേ മേക്കറാണ്, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തിയുമാണ്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. നിന്റെ പ്രായം എത്ര ആയാലും ഞാനൊരു പുതിയ അധ്യായം തുറക്കാൻ ശക്തനാണ്. വാട്ട് എവർ യുവർ ഏജ്, ഗോഡ് ഈസ് നോട്ട് ഫിനിഷ്ഡ് വിത്ത് യു. ഐ എം എൽ ഷദായ്. ഞാൻ സർവശക്തനായ ദൈവം. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.